ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാ പാനൂർ ടൗണിലേക്ക് വിട്ടു. നല്ല മഴ, മനസ്സിന് എന്തോ ഒരു സമാധാനം. എന്നാൽ പിന്നെ ഒരു കുഞ്ഞ് ബിരിയാണി ആയാലോ? ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് വിട്ടു. ഹോട്ടലിൽ കയറിയപ്പോഴോ ദച്ചങ്ങ ഇവിടുന്ന് വെട്ടി വീഴുന്നു. കുറെ കാലത്തിന് ശേഷം ഓനെ കണ്ടതുകൊണ്ട് ഓനെ കൊണ്ടൊരു ബിരിയാണി കിട്ടി. ഒരു സിംഗിൾ ബിരിയാണി, അതെന്റെ കുഞ്ഞു വയറെന്നറിയാൻ അത് മതി. അങ്ങനെ തിരിച്ച് പെരിങ്ങത്തൂർ എത്തി. പെരിങ്ങത്തൂർ പാലത്തിൻ്റെ അപ്പുറത്ത് നല്ല തട്ടുകടകളുണ്ട്, നല്ല ചായ എണ്ണക്കടയും കിട്ടും. അവിടെ നിന്ന് ഒരു പരിപ്പോടിയും ചായയും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു പൂട്ടിയിട്ട തട്ടുകടയിൽ ഒരു ചങ്ങായി ഇങ്ങനെ ഒളിച്ച് കളിക്കുന്നത്. അപ്പോൾ ഞാനൊരു പഴംപൊരി വാങ്ങിയിട്ട് ചെന്നു കേട്ടോ. ആള് നല്ല കൂട്ടാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. എന്തായാലും റോഡിൽ തന്നെ എന്താ പറയുക വളർന്ന ഒരു പൂച്ചയല്ല, എവിടുന്നോ ചങ്ങായി ചാടി പോകുന്നതാണ്. അപ്പോൾ പഴംപൊരി കുറച്ചൊക്കെ തിന്നു, പക്ഷെ വേണ്ട, ആൾക്ക് പഴംപൊരി വേണ്ട. അപ്പോൾ അവിടെ എവിടെയും മീനിൻ്റെ വണ്ടിയോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മീനൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, തട്ടുകടയിൽ പോയിട്ട് കുറച്ച് നേരം കളിപ്പിച്ചു. എന്നിട്ട് തട്ടുകടയിൽ പോയിട്ട് മുട്ട പുഴുങ്ങിയ 2 വാങ്ങി. ഒന്ന് കഴിച്ചു കേട്ടോ, പക്ഷേ ഒന്നെ മുഴുവനും കംപ്ലീറ്റ് ചെയ്യില്ല. പിന്നെ അത് കഴിച്ച് ചങ്ങായി അങ്ങ് പോയി. പിന്നെ ഞാൻ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ചങ്ങായിനെ കാണുന്നത്. അപ്പോൾ ബാക്കിയൊരു മുട്ട ഉണ്ടല്ലോ, ഞാനത് അവിടെ ഇട്ട് കൊടുത്ത്. പക്ഷെ വേണ്ട. അപ്പോൾ നമ്മളെ വേറൊരു പൂച്ച സാറ് വന്നു. അത് തിന്നാനുള്ള ഒരു പുറപ്പാടൊക്കെ ഉണ്ടായിരുന്നു, ഒരു യുദ്ധം അവിടെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു പാർലേജിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടു കൊടുത്തു. പക്ഷെ അത് മാഷാഅല്ലാ ആള് കുറച്ചായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ മനസ്സിനൊരു സമാധാനം, ഇന്ന് നല്ലൊരു സമാധാനം. വീട്ടിൽ എൻ്റെ പൂച്ചയാണ് സമാധാനം, പുറത്ത് ഇങ്ങനത്തെ ആൾക്കാരാണ് എനിക്ക് സമാധാനം. അപ്പോൾ ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളി.